KPCC അധ്യക്ഷ മാറ്റത്തിൽ ഡൽഹിയിൽ തിരക്കിട്ട ചർച്ചകൾ. രാഹുൽ ഗാന്ധി മുതിർന്ന നേതാക്കളുമായി ബന്ധപ്പെട്ടു. മുൻ KPCC അധ്യക്ഷന്മാർ അടക്കമുള്ളവർ ഫോണിൽ വിളിച്ചു. KPCC അധ്യക്ഷനെ മാറ്റേണ്ടതുണ്ടോ എന്നായിരുന്നു രാഹുലിന്റെ ചോദ്യം. സുധാകരനെ മാറ്റേണ്ടതില്ലെന്ന് മുൻ KPCC അധ്യക്ഷന്മാരടക്കമുള്ള ഒരു വിഭാഗം നേതാക്കൾ രാഹുൽ ഗാന്ധിയെ അറിയിച്ചു. തിരുവനന്തപുരത്ത് നിന്ന് KR സാജു കൂടുതൽ വിവരങ്ങൾ നൽകും. സാജു, കെ സുധാകരന്റെ കടുത്ത അതൃപ്തിക്കിടയിലും KPCC അധ്യക്ഷ മാറ്റവുമായി ഹൈക്കമാൻഡ് മുന്നോട്ട് തന്നെയാണ്. രാഹുൽ ഗാന്ധി മുതിർന്ന നേതാക്കളെ ബന്ധപ്പെട്ടെന്ന് അറിയുന്നു. പക്ഷേ ഒരു വിഭാഗം നേതാക്കൾ മാറ്റേണ്ടതില്ല എന്ന അഭിപ്രായമാണ് അറിയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഇപ്പോഴത്തെ തീരുമാനത്തിൽ നിന്ന് ഹൈക്കമാൻഡ് പിന്നോട്ട് പോകാനിടയുണ്ടോ? ദിവ്യ, കെ സുധാകരൻ പരസ്യ പ്രതികരണത്തിലൂടെ ഇടഞ്ഞതിന് പിന്നാലെയാണ് രാഹുൽ ഗാന്ധി വിവിധ ഘട്ടങ്ങളായി വിവിധ നേതാക്കളുമായി ടെലിഫോണിൽ ബന്ധപ്പെട്ടത്. സംസ്ഥാനത്തെ മുതിർന്ന 14 നേതാക്കളെ രാഹുൽ ഗാന്ധി ടെലിഫോണിൽ വിളിച്ചു. അവരോടെല്ലാം ഇപ്പോൾ KPCC അധ്യക്ഷനെ മാറ്റേണ്ടതുണ്ടോ എന്നതായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യമായി രാഹുൽ ഗാന്ധി ഉന്നയിച്ചത്. അതിൽ VM സുധീരൻ, മുല്ലപ്പള്ളി രാമചന്ദ്രൻ, അതുപോലെ തന്നെ K മുരളീധരൻ അടക്കമുള്ളവർ മാറ്റം വേണ്ടതില്ല എന്ന നിലപാട് സ്വീകരിച്ചു എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. ഇപ്പോൾ ഒരു മാറ്റം നടത്തുന്നത് അപക്വമാണ് എന്നാണ് ചില നേതാക്കൾ രാഹുൽ ഗാന്ധിയോട് അഭിപ്രായപ്പെട്ടിരിക്കുന്നത്. അതായത് ഒരു ഭാഗത്ത് ഹൈക്കമാൻഡ് തീരുമാനമെടുത്ത് മുന്നോട്ട് പോയതിനു ശേഷമുണ്ടായ ഒരു പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിലാണ് രാഹുൽ ഗാന്ധി മുതിർന്ന നേതാക്കളുമായി ബന്ധപ്പെട്ടത്. അതിൽ ചില നേതാക്കളാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധി അപ്പോൾ തന്നെ അറിയിച്ചത് ഇപ്പോൾ ഒരു KPCC അധ്യക്ഷ സ്ഥാനത്ത് ഒരു മാറ്റം വേണ്ടതില്ല എന്നുള്ളത്. അതിൽ 3 മുൻ KPCC അധ്യക്ഷന്മാർ ഉൾപ്പെടുന്നു എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതിനപ്പുറത്തേക്ക് രാഹുൽ ഗാന്ധി വിശദമായി ചോദിച്ചിട്ടില്ല. നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും അഭിപ്രായമുണ്ടോ? ശരി, ഞാൻ സാജുവിലേക്ക് വരാം. ഓഡിയോയിൽ ചെറിയ പ്രശ്നമുണ്ട്. KPCC അധ്യക്ഷ മാറ്റത്തിൽ എന്തായാലും നടപടികളുമായി ചർച്ചകളുമായി ഹൈക്കമാൻഡ് മുന്നോട്ട് തന്നെയാണ്. ഡൽഹിയിൽ തിരക്കിട്ട ചർച്ചകൾ നടക്കുന്നു. രാഹുൽ ഗാന്ധി കേരളത്തിലെ മുതിർന്ന കോൺഗ്രസ് നേതാക്കളുമായി ഫോണിൽ സംസാരിച്ചു, ബന്ധപ്പെട്ടു എന്നൊക്കെയാണ് അറിയാൻ കഴിയുന്നത്. മുൻ KPCC അധ്യക്ഷന്മാർ അടക്കമുള്ളവരെയാണ് രാഹുൽ ഗാന്ധി ഫോണിൽ വിളിച്ച് സംസാരിച്ചിരിക്കുന്നത്. പ്രധാനമായി അദ്ദേഹം ആരാഞ്ഞിട്ടുള്ളത് നിലവിലെ സാഹചര്യത്തിൽ KPCC അധ്യക്ഷനെ മാറ്റേണ്ടതുണ്ടോ എന്നായിരുന്നു. എന്തായാലും അതിൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഒരു മാറ്റം വേണ്ടതില്ല എന്ന് ചില നേതാക്കൾ, KPCC അധ്യക്ഷന്മാരടക്കമുള്ളവർ നേതാക്കൾ എന്തായാലും രാഹുൽ ഗാന്ധി അറിയിച്ചു എന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. സാജു തുടരുന്നുണ്ട്. സാജു, എന്തായാലും ഒരു വിഭാഗം നേതാക്കൾ മാറ്റേണ്ടതില്ല എന്നൊരു അഭിപ്രായമാണ് അറിയിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ സുധാകരനെ പിന്തുണച്ചുകൊണ്ട് പലയിടത്തും പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെടുന്നു. മുതിർന്ന നേതാക്കൾ തന്നെ സുധാകരനെ അനുകൂലിച്ച് രംഗത്തെത്തുന്നു. അപ്പോൾ അതൊക്കെ ഒരു അപകട സൂചനയായി തന്നെയാണോ ഹൈക്കമാൻഡ് വിലയിരുത്തുന്നത്? ഇക്കാര്യത്തിൽ സുധാകരൻ ഒരു എതിർപ്പ് പ്രകടിപ്പിച്ചതോടെയാണ് രാഹുൽ ഗാന്ധി മറ്റ് മുതിർന്ന നേതാക്കളുടെ അഭിപ്രായം നേരിട്ടെടുക്കാനുള്ള തീരുമാനത്തിലേക്ക് എത്തിയത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന. അതിനെ തുടർന്നാണ് 14 നേതാക്കളെ വിവിധ ഘട്ടങ്ങളിലായി ടെലിഫോണിൽ ബന്ധപ്പെട്ട് രാഹുൽ ഗാന്ധി വിവരങ്ങൾ ആരാഞ്ഞത്. അതിൽ മുൻ KPCC അധ്യക്ഷന്മാർ അടക്കമുള്ളവർ ഉണ്ടായിരുന്നു. അതിലാണ് ഏറ്റവും പ്രധാനപ്പെട്ട 3 പേർ തന്നെ ഇപ്പോൾ ഒരു മാറ്റം വേണ്ടതില്ല എന്ന നിലപാട് സ്വീകരിച്ചത്. അപക്വമായിരിക്കും ആ തീരുമാനം എന്നുള്ളതാണ്. ഇതിലേക്ക് പല KPCC അധ്യക്ഷന്മാർ അടക്കമുള്ള നേതാക്കളെയും എത്തിച്ചത് പകരം പറഞ്ഞു കേട്ട പേരുകൾ, ആ പേരുകൾ അത്രത്തോളം യോഗ്യരാണോ അല്ലെങ്കിൽ അവരെ കൊണ്ട് KPCCയെ നയിക്കാൻ കഴിയുമോ എന്നതടക്കമുള്ള ആശങ്കകൾ കൂടിയാണ് അത്തരം സുധാകരനെ മാറ്റേണ്ടതില്ല എന്ന് പറയിപ്പിക്കുന്നതിലേക്ക് എത്തിയത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഏതായാലും വിഷയത്തിൽ രാഹുൽ ഗാന്ധി വളരെ ഗൗരവപൂർവ്വം ഇടപെട്ടിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിലേക്ക് നയിച്ചത് നേരത്തെ എടുത്ത തീരുമാനം നമുക്കറിയാം. രാഹുൽ ഗാന്ധിയും മല്ലികാർജുൻ ഖാർഗെയും ഒക്കെ ചേർന്നാണ് K സുധാകരനോട് സംസാരിക്കുകയും യാത്രയപ്പിന്റെ ഒരു സ്വഭാവത്തിൽ അദ്ദേഹത്തെ ഡൽഹിയിൽ നിന്നും മടക്കുകയൊക്കെ ചെയ്തത്. പക്ഷെ കേരളത്തിലെത്തിയ ശേഷം K സുധാകരൻ എന്തുകൊണ്ട് ഇടഞ്ഞു എന്ന ചോദ്യത്തിന്റെ കൂടി ഉത്തരം തേടിയായിരുന്നു രാഹുൽ ഗാന്ധിയുടെ ഈ അന്വേഷണങ്ങൾ എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇപ്പോൾ KPCC അധ്യക്ഷനെ മാറ്റേണ്ടതുണ്ടോ എന്ന ചോദ്യമാണ് പ്രധാനമായും ഉന്നയിച്ചത് രാഹുൽ ഗാന്ധി. അതിന് ആണ് വേണ്ടതില്ല എന്ന നിലപാട് മുൻ KPCC അധ്യക്ഷന്മാരടക്കം ഒരു വിഭാഗം നേതാക്കൾ അറിയിച്ചിരിക്കുന്നത്. 14 പേരുടെയും പൂർണ്ണമായ അഭിപ്രായങ്ങൾ എന്താണ് എന്ന കാര്യത്തിൽ നമുക്ക് ഇപ്പോൾ വ്യക്തതയില്ല. പക്ഷേ കുറച്ചുപേർ സുധാകരൻ തുടരട്ടെ എന്ന നിലപാട് രാഹുൽ ഗാന്ധിക്ക് മുന്നിൽ വെക്കുകയും ചെയ്തിട്ടുണ്ട്. അതിനുശേഷമാണ് ഇപ്പോൾ പെട്ടെന്നുണ്ടാകുമെന്ന് പ്രഖ്യാപനം എന്ന് കരുതിയെടുത്ത് ഇപ്പോൾ അക്കാര്യത്തിൽ ഒരു അനിശ്ചിതത്വം തുടരുന്നത്.
യെസ്, അപ്പോൾ KPCC അധ്യക്ഷനെ മാറ്റുന്നതുമായി ബന്ധപ്പെട്ട അനിശ്ചിതത്വം തുടരുന്നു എന്ന് തന്നെയാണ് വ്യക്തമാകുന്നത്. കെ സുധാകരൻ അതൃപ്തി പരസ്യമാക്കിയതിന് പിന്നാലെയാണ് ഡൽഹിയിൽ തിരക്കിട്ട ചർച്ചകൾ നടക്കുന്നത്. മുതിർന്ന നേതാക്കളെ രാഹുൽ ഗാന്ധി ഫോണിൽ വിളിച്ച് സംസാരിച്ചിരിക്കുകയാണ്. വിവരങ്ങളാണ് KR സാജു നൽകിയത്.